കൊലക്കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതിയെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്നും സാഹസികമായി പൊക്കിയ കൊച്ചി പോലീസാണ് അതിലൊന്ന്. ബൈക്കിൽ കടന്ന പ്രതി സഹീൻ അക്തർ മൊല്ലയെ സിനിമാ സ്റ്റൈലിൽ ചേസ് ചെയ്താണ് ഫോർട്ട് കൊച്ചി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 2019 ഒപ്പം താമസിച്ചയാളെ കൊന്നയാളാണ് ബംഗാൾ സ്വദേശി സഹീൻ അക്തർ മൊല്ല. അതായത് കൊലയാളിക്ക് പിടിവീണത് 5 ആണ്ട് കഴിഞ്ഞു. ഒപ്പം താമസിച്ചിരുന്ന തിരുവനന്തപുരം സ്വദേശിയായ മണിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് സഹീൻ അക്തർ മൊല്ല. സംഭവശേഷം അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ ഇയാൾ ഇവിടെ നിന്നും സ്വദേശമായ ബംഗാളിലേക്ക് കടക്കുകയായിരുന്നു. 5 വർഷങ്ങൾക്കിപ്പുറമാണ് സഹിനെ വീണ്ടും പോലീസ് പിടിവീഴുന്നത്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്നും ഫോർട്ട് കൊച്ചി പോലീസ് സഹിനെ പൊക്കിയത് അതിസാഹസികമായി. ബംഗാളിലെ ജാലങ്കി സ്റ്റേഷനിൽ നിന്നും വിട്ടുകിട്ടിയ ബൈക്കിലാണ് കേരള പോലീസ് സംഘം അതിർത്തിയിലെത്തിയത്. 3 ദിവസത്തെ വ്യാപക തെരച്ചിലിനൊടുവിൽ അവിടെ മദ്യവിൽപ്പന കേന്ദ്രത്തിൽ സുഹൃത്തുക്കൾക്കൊപ്പം എത്തിയ പ്രതിയെ പോലീസ് തിരിച്ചറിഞ്ഞു. കേരള പോലീസിന്റെ സാന്നിധ്യം മനസ്സിലാക്കിയ സഹിൻ ഉടൻ ബൈക്കിൽ പാഞ്ഞു. പിന്തുടർന്ന പോലീസ് സംഘം ബൈക്ക് ഇടിച്ചു വീഴ്ത്തി. തുടർന്ന് പത്മാനദിയിൽ ചാടി രക്ഷപ്പെടാനുള്ള സഹിന്റെ നീക്കവും ഫോർട്ട് കൊച്ചി സ്ക്വാഡ് തകർത്തു. സിനിമാ സ്റ്റൈലിൽ ഒരു കീഴ്പ്പെടുത്തൽ. മുൻപ് പലതവണ സഹിനെ തിരഞ്ഞ മുർഷിദാബാദിൽ പോലീസ് സംഘം എത്തിയിരുന്നെങ്കിലും തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു. മാനസിക രോഗിയെന്ന് അഭിനയിച്ചാണ് ഇത്രയും നാൾ ഇയാൾ ഒളിവിൽ കഴിഞ്ഞതെന്ന് പോലീസ് പറയുന്നു. വർഷങ്ങൾക്ക് മുൻപ് മട്ടാഞ്ചേരി മാന്ത്രയിൽ വാടക വീട്ടിൽ താമസിച്ചിരുന്ന മണിയെ അവശനിലയിൽ കണ്ടതിനെ തുടർന്നാണ് ആദ്യം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചികിത്സയിലിരിക്കെ മരിച്ചു. വൈദ്യുതാഘാതമേറ്റ് വീണെന്നായിരുന്നു ഒപ്പം താമസിച്ചിരുന്ന സഹിന്റെ മൊഴി. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നട്ടലിന് ഗുരുതര പരിക്കേറ്റെന്ന് വ്യക്തമായി. വാക്കുതർക്കം ഉണ്ടാവുകയും മണിയെ സഹിൻ ശക്തമായി ചവിട്ടുകയും ചെയ്തതായി അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു. തുടർന്നാണ് അന്ന് സഹിന്റെ അറസ്റ്റുണ്ടായത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.